അപ്പോൾ +2 ബോർഡ് എക്സാമിനേഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു +2 ആണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഓഫ് എ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് +2 ആണ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പഠിക്കാവുന്നു എന്ന് ഏറ്റു, നിങ്ങൾ പഠിച്ചും ചെയ്തു, നന്നായി ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കായി നിങ്ങൾ പഠിച്ചു, അതിന്റെ എക്സാംസും കഴിഞ്ഞു. ഇനി റിസൾട്ട് വെയിറ്റിംഗിലാണ് അല്ലെ. അപ്പൊ ചില കുട്ടികൾ ക്രാഷ് കോഴ്സിന് പോകുന്നുണ്ട്, ചില കുട്ടികൾ വെറുതെ ഇരിക്കുന്നുണ്ട്, ചില കുട്ടികൾ നീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചില കുട്ടികൾ നീറ്റ് അപ്ലൈ ചെയ്തില്ല, ഡിഗ്രി കോഴ്സിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്ത കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. നീറ്റ് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു, എന്തായാലും എന്തെങ്കിലും കോഴ്സ് കിട്ടണമെങ്കിൽ നീറ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികൾ 3 സിറ്റികൾ അല്ലെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 സിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, എവിടെയെങ്കിലും കിട്ടും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സിറ്റി ഏതാണെന്ന് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട്, അതായത് NTA സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്ന യൂസർ ഐഡിയും പാസ്വേഡും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പറും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കയറാൻ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കയറാം. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സിറ്റി ഏതാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല, എന്നാലും മാനസികമായിട്ട് നമുക്ക് ആ സിറ്റി കണ്ടെത്താം. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസിൽ എത്ര ഡിസ്റ്റൻസ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി ചെയ്യാവുന്ന. വേറൊരു കാര്യം എനിക്ക് വീഡിയോയിൽ കൂടി പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഈ +2 എക്സാമിനേഷൻ കഴിഞ്ഞ് ഈ നീറ്റ് വെയിറ്റ് ചെയ്യാത്ത കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരു പാനിക്കായ അവസ്ഥയിലാണ്. ഞാൻ ഏതിന് കൊടുക്കണം, ഏത് ഡിഗ്രി കോഴ്സിന് കൊടുക്കണം, +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി കോഴ്സാണ് നല്ലത്, എന്റെ ഫ്രണ്ട് അവിടെ ചേർന്നു, എന്റെ മറ്റേ ഫ്രണ്ട് ഇവിടെ ചേർന്നു, കർണാടകയിൽ നഴ്സിംഗിന് സീറ്റ് ഫില്ലായി, ഇവിടെ കേരളത്തിൽ കിട്ടാൻ ചാൻസ് അല്ല, കർണാടകയിലാണ് കർണാടകയിലൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പല ഏജന്റുമാരും, അതായത് ഓരോ ദിവസവും ഒരു 10-12 ഏജന്റുമാരെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ പാനിക് ആക്കുകയും ആ പാനിക് അതിന്റെ അടിസ്ഥാനത്തിൽ പാരന്റ്സും നിങ്ങളൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഏജന്റുമാരുടെ കയ്യിൽ 10,000-50,000 1 ലക്ഷം വരെ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കുക. പൈസ പോകുന്ന രീതിയിലേക്കും അഡ്മിഷൻ കിട്ടാത്ത രൂപത്തിലേക്കും മാറാറുണ്ട്. അതുകൊണ്ട് പാനിക് ആവേണ്ട, എല്ലാം റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ റിസൾട്ട് വരട്ടെ, അതിന്റെ മുന്നേ പാനിക്കാണ്ടി ആവശ്യമില്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. എന്നാലും ഏത് ഡിഗ്രി കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏത് കോഴ്സിനാണ് നമ്മൾ പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിനെക്കുറിച്ചൊരു വിശദമായിട്ട്, അതായത് നമ്മളെ കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും അതുപോലെ തന്നെ കർണാടകത്തിലെ നഴ്സിംഗ് BPT BCBT അങ്ങനത്തെ പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യും, വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം, നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സിറ്റി അലൗട്ട് ചെയ്ത സിറ്റി ഏതാ, അലൗഡ് ചെയ്ത അല്ലെങ്കിൽ അവർക്ക് അലോക്ക് ചെയ്ത ആ സിറ്റി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സൈറ്റ് കയറി നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, NTA കയറിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് വെച്ച സിറ്റി, അത്രയേ ഉള്ളൂ, സിറ്റി കണ്ടെത്താന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം ഏത് സ്കൂളാണ് എന്താന്നുള്ള ഡീറ്റെയിൽസ് ചെയ്യാൻ വൈകാതെ തന്നെ അതിന്റെ അപ്ഡേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.